ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഖത്തറിലേക്ക് വരുമ്പോൾ ഉണ്ടാക്കിയ ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 6 കിലോ ബീഫാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബീഫ് വരട്ട് ഒരു 2 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ബീഫ് ഞാൻ 2 കുക്കറിലായിട്ടാണ് വേവിച്ചിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ 2 കിലോ ബീഫിന് 3 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കൈയോട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഞാനിതാ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. ബീഫ് ഒന്ന് കുക്കറിൽ ഒരു 3/4 വേവോളം വേവിച്ചെടുത്താൽ മതി. പിന്നെ ഉണ്ടാക്കുന്നുള്ളത് അടുപ്പിലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാമോളം ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ഉണ്ട വെളുത്തുള്ളിയും പിന്നെ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു 3 കഷ്ണം ഇഞ്ചി അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു 15ഓളം പച്ചമുളക് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയുള്ളിയും നല്ല പോലെ ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ എണ്ണ കുറവായതുകൊണ്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പെരുംജീരകവും ചെറിയ ജീരകവും വറുത്ത് പൊടിച്ചതാണ്. അതും ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഈ മസാലപ്പൊടികളെല്ലാം വഴിച്ചെടുക്കാം. അപ്പോൾ മുളക് പൊടി കുരുമുളക് പൊടിയെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ അതെല്ലാം ഒന്ന് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് വേവിച്ചിട്ട് വെച്ച ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ബീഫ് ഒന്ന് 3/4 വേവോളം വെന്തിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി ഈ അടുപ്പിൽ തന്നെ നല്ല പോലെ ഒന്ന് വെന്ത് വരണം. അപ്പൊ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിന്. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ ബീഫ് റെഡിയായി. അപ്പൊ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ 2 ദിവസം കൂടിയിട്ട് നിൽക്കണമെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പൊ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയാം. അപ്പൊ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ കൂടി ചെയ്യോ.